പ്രതിഭാഗത്തിന്റെ വാദം പൂർണ്ണമായി തള്ളിയായിരുന്നു കോടതിയുടെ വിധി പ്രസ്താവം. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകിയതെന്ന് കോടതി പറഞ്ഞു. സമപ്രായക്കാരനെ കൊലപ്പെടുത്തിയതിനാൽ ഗ്രീഷ്മയുടെ പ്രായം കണക്കിലെടുക്കുന്നില്ലെന്നും ജഡ്ജി പറഞ്ഞു. 568 പേജുള്ള വിധിന്യായത്തിൽ ഒരിടത്ത് പോലും പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി മുഖവിലക്കെടുത്തില്ല. തനിക്കെതിരായ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയാണെന്ന് പ്രതിക്കറിയില്ലായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഷാരോൺ പ്രണയത്തിന്റെ അടിമയായിരുന്നു. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചെന്ന് കോടതി പറഞ്ഞു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചെന്ന് കോടതി കണ്ടെത്തി. ജ്യൂസിൽ എന്തോ ഉണ്ടെന്ന് ഷാരോണിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഷാരോൺ വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് കോടതി പറഞ്ഞു. ഒരു തുള്ളി വെള്ളമിറക്കാനാകാതെ 11 ദിവസം ആശുപത്രിയിൽ കിടന്നു. ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിൽ ഷാരോൺ അനുഭവിച്ച വേദന ചെറുതായിരുന്നില്ല എന്നും കോടതി പറഞ്ഞു. വാവ എന്നാണ് ഗ്രീഷ്മയെ ഷാരോൺ വിളിച്ചിരുന്നത്. ഷാരോണുമായി ബന്ധം തുടരുന്നതിനിടെ വിവാഹമുറപ്പിച്ച ആളുമായി ഗ്രീഷ്മ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും കോടതി കണ്ടെത്തി. ഷാരോൺ അടിച്ചെന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. സമർത്ഥമായ കൊലപാതകമാണ് ഗ്രീഷ്മ നടത്തിയതെന്നും കോടതി കണ്ടെത്തി. 48 സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരെയുണ്ട്. ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. ടീം മീഡിയ 1, തിരുവനന്തപുരം.